സ്കൂൾ ഉച്ചഭക്ഷണ തുക 3 മാസമായി കുടിശ്ശികയായതോടെ പ്രഥമാധ്യാപകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത. വിവിധ ജില്ലകളിലായി 7 ലക്ഷം രൂപ വരെ ബാധ്യതയുള്ള ഹെഡ്മാസ്റ്റർമാരുണ്ട്. കേന്ദ്രവിഹിതം ലഭിക്കാഞ്ഞതുകൊണ്ടാണ് ഫണ്ട് അനുവദിക്കാത്തത് എന്നാണ് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം പദ്ധതിയായ പോഷകാഹാര പരിപാടിയിൽ കുട്ടികൾക്ക് പാൽ, മുട്ട എന്നിവ വിതരണം ചെയ്ത ഇനത്തിലും ഫണ്ട് കുടിശ്ശികയാണ്. ഫണ്ട് മുൻകൂറായി അനുവദിക്കാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ തുടരുന്ന നിസ്സംഗത അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും കേരള ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബിജു തോമസ്, ജനറൽ സെക്രട്ടറി ETK ഇസ്മായിൽ എന്നിവർ അഭിപ്രായപ്പെട്ടു. സ്വന്തം പണം മുടക്കി പദ്ധതി നിർവഹണം നടത്തി ബില്ലും വൗച്ചറും സമർപ്പിച്ച് അംഗീകാരം വാങ്ങിയതിനു ശേഷം ഫണ്ട് വരുന്നതുവരെ കാത്തു നിൽക്കാൻ പ്രഥമാധ്യാപകർ. കുട്ടികൾക്ക് പാലും മുട്ടയും വാങ്ങി നൽകിയ വകയിൽ ലക്ഷങ്ങളുടെ കടബാധ്യത. കടക്കാർക്ക് മുന്നിൽ തല താഴ്ത്തേണ്ട അവസ്ഥ. പദ്ധതികൾ ഇട്ടാൽ പോരാ, പണവും നൽകണമെന്ന് പ്രഥമ അധ്യാപകർ.